ലോകത്തുള്ളവർക്ക് മുഴുവൻ സൂപ്പർ പവറുകൾ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? സൂപ്പർ വില്ലന്മാരും സൂപ്പർ ഹീറോകളുമായി നമ്മുടെ ലോകം തന്നെ നിറഞ്ഞിരിക്കും. ഇത്തരത്തിലൊരു തീമിനെ ആസ്പദമാക്കി 2005 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹീറോ സിനിമയാണ് സ്കൈ ഹൈ. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. ലക്ഷക്കണക്കിന് സൂപ്പർ ഹീറോസ് ഉള്ള ഒരു ലോകത്താണ് കഥ നടക്കുന്നത്. ആ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് സൂപ്പർ ഹീറോസ് ആണ് സ്റ്റീവും ജോസിയും. ജോസിക്ക് പറക്കാനും ഫൈറ്റ് ചെയ്യാനുമുള്ള കഴിവാണ് ഉള്ളത്. സ്റ്റീവിനാണെങ്കിൽ എന്തിനേയും തകർക്കാനുള്ള അപാരമായ ശക്തിയുണ്ട്. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവർ രണ്ടുപേരും ഇറങ്ങി ആ പ്രശ്നങ്ങളെല്ലാം തീർത്തിരിക്കും. അവരുടെ മകനാണ് വില്ല്. എന്നാൽ അവന് പ്രത്യേകിച്ച് യാതൊരു കഴിവുമില്ല. 10 കിലോയുടെ ഒരു വെയിറ്റ് എടുക്കാൻ പോലും അവനെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ അവന് കഴിവില്ലെന്നുള്ള കാര്യം സൂപ്പർ ഹീറോസ് ആയ അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല. അവർ രാവിലെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കുകയും ഞാൻ മോനെ ഒന്ന് പോയി കാണട്ടെ, ഇന്നല്ലേ അവൻ പുതിയ സ്കൂളിൽ ചേരുന്നതെന്നൊക്കെ പറഞ്ഞ് സ്റ്റീവ് അവന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയും അച്ഛൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന വില്ല് അപ്പോൾ തന്നെ കുറച്ചുകൂടി കട്ട എടുത്ത് വെച്ച് 100 കിലോ ആക്കുന്നു. അച്ഛൻ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ 100 കിലോയുടെ വെയിറ്റ് എടുക്കാൻ അവൻ ശ്രമിക്കുന്നതായി കാണുകയും അവന് ഭയങ്കര ശക്തിയുണ്ടെന്നൊക്കെ അയാൾ വിചാരിക്കുകയും ചെയ്യുന്നു. തനിക്ക് ശക്തിയില്ലെന്നുള്ള കാര്യം അവരാരും അറിയാതെ അവൻ മറച്ചു വെച്ചിരിക്കുകയാണ്. മോനെ, ഇന്ന് നീ പുതിയ സ്കൂളിലേക്ക് പോവുമല്ലേ? അതൊരു സാധാരണ സ്കൂളല്ല, സൂപ്പർ ഹീറോസിനെ മാത്രം പഠിപ്പിക്കുന്ന സ്കൂളാണ്. അവിടെ നിങ്ങളുടെ കഴിവുകൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്നാണ് പഠിപ്പിക്കുന്നത്. നീ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനൊരു വലിയ ശക്തിയുള്ള സൂപ്പർ ഹീറോ ഒക്കെയാണ്, പക്ഷേ എപ്പോ വേണമെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം. അങ്ങനെ എനിക്കും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്തെ രക്ഷിക്കേണ്ടത് നീയാണ്. എന്റെ പേര് കളയാതെ നോക്കിക്കോണമെന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വില്ലിന്റെ കൂട്ടുകാരി ലൈല അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവളും അവനോടൊപ്പം ഇന്ന് പുതിയ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സ്റ്റീവും അവനോടൊപ്പം വില്ലും അടുക്കളയിലേക്ക് വരികയും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടെ സ്റ്റീവിന് ഒരു കോൾ വരികയും ചെയ്യുന്നു. ഫോണിൽ സംസാരിച്ച ശേഷം നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും ഉടനെ പോകണമെന്നും ജോസിയോട് പറയുകയും നിങ്ങൾ എന്തായാലും പുതിയ സ്കൂളിൽ പോയി നല്ലപോലെ പഠിക്കാനും നമ്മൾ പോകുന്നുവെന്നും പറഞ്ഞ് അവർ നേരെ ചെന്ന് റൂമിലുള്ള ഒരു രഹസ്യ അറ തുറക്കുകയും സൂപ്പർ ഹീറോ ആയി വേഷമിടാൻ വേണ്ടി അവിടേക്ക് പോവുകയും ചെയ്യും. ഈ സമയം ലൈലയും വില്ലും ഹാളിൽ ഇരിക്കുകയാണ്. ലൈലയ്ക്കാണെങ്കിൽ ചെടികളെ വളർത്താനും നിയന്ത്രിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്. അപ്പോഴേക്കും പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ജോസിയും സ്റ്റീവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു റോബോട്ട് നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുകയാണ്. അവർ അതിന്റെ അടുത്തേക്ക് ചെന്ന് സ്റ്റീവ് ചാടി അതിന്റെ മുകളിലേക്ക് വീഴുകയും അടിച്ച് തകർത്ത് അതിനെ താഴേക്ക് ഇടുകയും ചെയ്യുന്നു. ഇതെല്ലാം അവർ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൊന്നതിന്റെ ഓർമ്മയ്ക്കായി സ്റ്റീവ് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി റോബോട്ടിന്റെ കണ്ണുകൂടി ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകാൻ വേണ്ടി ലൈലയും വില്ലും റെഡിയായി നടന്ന് നേരെ റോഡിലേക്ക് ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയും അല്പസമയത്തിനുള്ളിൽ അവരുടെ സ്കൂൾ ബസ് അവിടേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഉള്ളിലേക്ക് കയറുകയും നിന്റെ പേരെന്താണെന്ന് ഡ്രൈവർ വില്ലിനോട് ചോദിക്കുമ്പോൾ സ്റ്റീവിന്റെ മകൻ വില്ലാണെന്ന് പറയുകയും ഏത് നമ്മുടെ നാടിനെ രക്ഷിക്കുന്ന സ്റ്റീവിന്റെ മകനാണോ എന്ന് പറഞ്ഞ് അയാൾ ചാടി എഴുന്നേൽക്കുകയും ഇത് നമ്മുടെ സ്റ്റീവിന്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ വലിയ സംഭവമാണെന്നാണ് അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വണ്ടി സ്കൂളിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ബസ് പോയി നേരെ റോഡ് ക്ലോസ് ആയി കിടക്കുന്ന ഒരു പാലത്തിന്റെ മുകളിലേക്ക് കയറുകയും ഇതെങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ബസിന്റെ പേരൊക്കെ മാറുകയും എല്ലാവരും റെഡി ആയിരുന്നോ, ഇനി നമ്മൾ സ്കൂളിലെ വണ്ടി നിർത്തുള്ളൂ എന്നൊക്കെ ഡ്രൈവർ പറയുകയും എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ഒക്കെ വന്ന് സെറ്റ് ആവുകയും ആ ബസ്സിൽ പെട്ടെന്ന് ഡ്രൈവർ എന്തൊക്കെയോ ചെയ്ത് എന്തിനോ തയ്യാറായിരിക്കുകയും റോഡ് തീരുന്ന സ്ഥലത്ത് നിന്ന് ബസ് നേരെ കൊണ്ടു ചെന്ന് താഴേക്ക് ചാടിക്കുമ്പോഴേക്കും അതിന് ചിറകൊക്കെ വന്ന് ഒരു വിമാനം പോലെ ആവുകയും അവരെയും കൊണ്ട് പറന്നു പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരുടെ സൂപ്പർ ഹീറോസിന് വേണ്ടിയുള്ള സ്കൂള് ആകാശത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേക ആന്റി ഗ്രാവിറ്റേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ സ്കൂൾ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഡ്രൈവർ അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ നേരെ ആ സ്കൂളിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ശേഷം എല്ലാവരും തങ്ങളുടെ പുതിയ സ്കൂളിലേക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുകയും എന്താവശ്യമുണ്ടായാലും എന്നെ വിളിക്കണം കേട്ടോടാ മോനെ എന്നൊക്കെ പറഞ്ഞ് വില്ലിന് ഡ്രൈവറിന്റെ കാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അവർ പുതിയ സ്കൂളിലേക്ക് നടന്നു ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള കുട്ടികളെല്ലാം എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവരാണ്. അവർ തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഓരോ തമാശയും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തന്റെ രൂപം ഒരുപാടെണ്ണം എടുക്കാൻ കഴിവുള്ള ഒരു കുട്ടി കൂട്ടത്തോടെ ഡാൻസ് ഒക്കെ കളിച്ച് അവരെ അവിടേക്ക് വെൽക്കം ചെയ്യുകയും ശേഷം അവൾ സിംഗിൾ ആവുകയും ചെയ്യുന്നു. ഉടൻ അവിടെ ഉണ്ടായിരുന്ന 2 പയ്യന്മാർ പുതിയ പിള്ളേരാണെന്ന് തോന്നുന്നു, അവരെന്ന് റാഗ് ചെയ്യാമെന്ന് പറഞ്ഞ് കാറ്റിനെ പോലെ വേഗത എടുക്കാൻ കഴിയുന്നവൻ അവരുടെ ചുറ്റും കറങ്ങി വന്ന് നിൽക്കുകയും റബ്ബർ പോലെ വലിയാൻ പറ്റുന്ന മറ്റവൻ അവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. എല്ലാ പുതിയ സ്റ്റുഡന്റും നമുക്ക് $15 തരണമെന്നൊക്കെ അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൻ എന്ന ഒരു പെൺകുട്ടി അവിടേക്ക് വരികയും അവന്മാരെയൊക്കെ പറഞ്ഞുവിട്ട് അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇവിടേക്ക് വരുന്ന പുതിയ കുട്ടികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലാസ് ഉണ്ട്, അതിന് പോയി അറ്റൻഡ് ചെയ്യാൻ അവർ പറയുകയും അങ്ങനെ പുതിയ കുട്ടികളെല്ലാം കൂടി ആ ക്ലാസ്സിന് വേണ്ടി ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ സാർ അവിടേക്ക് വരികയും പുതിയ കുട്ടികളായി ഇവിടെ എത്തുന്നവർക്കെല്ലാം ആദ്യം ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് നിങ്ങളുടെ കഴിവ് കാണിക്കാൻ പറയും. എല്ലാവരും അവരവരുടെ കഴിവുകൾ ഇവിടെ വന്ന് കാണിക്കണം. നിങ്ങളുടെ കഴിവിനനുസരിച്ച്
അനുസരിച്ച് നിങ്ങളെ 2 ക്ലാസ് ആക്കി തിരിക്കും. ഏറ്റവും നല്ല കഴിവുള്ളവർ ഹീറോസിന്റെ ക്ലാസ്സിലായിരിക്കും, കഴിവ് കുറവുള്ളവർ സൈഡ് കിക്ക് എന്ന ക്ലാസ്സിലായിരിക്കും. ഹീറോസ് ആണ് എപ്പോഴും ലോകത്തെ രക്ഷിക്കേണ്ടത്, അവരോടൊപ്പം നിൽക്കേണ്ടതാണ് സൈഡ് കിക്കുകൾ. ഇനി ഓരോരുത്തരും വന്ന് കഴിവ് കാണിക്കാൻ പറഞ്ഞ് അയാൾ ആദ്യം ഒരുത്തനെ വിളിക്കുകയും അങ്ങനെ അവൻ അവിടേക്ക് ചെന്ന ശേഷം തന്റെ കഴിവ് കാണിക്കുന്നു. അവന് ഭീകരനായ ഒരു കല്ല് മനുഷ്യനായി മാറാൻ കഴിയും. പെട്ടെന്ന് അയാൾ ഒരു റിമോട്ട് ഞെക്കുമ്പോൾ ഒരു കാർ അവന്റെ മണ്ടയ്ക്ക് വീഴുകയും അവനത് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നതോടെ നീ ഹീറോസിന്റെ ക്ലാസ്സിലാണെന്ന് പറയും. അങ്ങനെ അടുത്തവനെ ടെസ്റ്റ് ചെയ്യാനായി അവിടേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്റെ കഴിവ് കുറച്ച് കോമഡിയാണ്, നിങ്ങൾ കണ്ട് ഞെട്ടരുതെന്നൊക്കെ പറഞ്ഞ് അവൻ വെള്ളം പോലെ തറയിലങ്ങ് വീണ് കളയുന്നു. ഇതൊന്നും പ്രത്യേകിച്ച് പ്രയോജനമുള്ള കഴിവൊന്നുമല്ല, അതുകൊണ്ട് നീ സൈഡ് കിക്കാണെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ഓരോ കുട്ടികളെയും വിളിച്ച് അയാൾ ടെസ്റ്റ് ചെയ്യുകയാണ്. ഒരുത്തിക്ക് എലി ആവാനാണ് കഴിവുള്ളത്, അവൾ സൈഡ് കിക്ക് ആവുന്നു. ഒരുത്തൻ തുപ്പുന്ന തുപ്പല് ഒരു ആസിഡായി അവിടെ മുഴുവൻ തകർക്കാൻ കഴിവുണ്ട്, അവൻ ഹീറോ ആവുന്നു. ഒരുത്തിക്ക് ബാളാവാൻ കഴിയും, അവൾ സൈഡ് കിക്ക് ആവുന്നു. അങ്ങനെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നതിനിടെ അടുത്തതായി കഴിവ് കാണിക്കാൻ പറഞ്ഞ് അയാൾ വില്ലിനെ വിളിക്കുന്നു. ഇത് കേട്ട് അവനാകെ പേടിച്ചു പോവുകയും നൈസിന് കയറി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് കഴിവൊന്നുമില്ലെന്ന് രഹസ്യമായി പറയുന്നു. അത് ചുമ്മാ പറയുന്നതാ, നീ സ്റ്റീവിന്റെ മോനല്ലേ, നിനക്ക് എന്തേലുമൊക്കെ കഴിവ് കാണുമെന്ന് പറഞ്ഞ് അയാൾ ഒരു കാർ അവന്റെ മണ്ടയിലേക്ക് ഇടുകയും അവൻ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അച്ഛനെ പോലത്തെ ശക്തിയൊന്നും എനിക്കില്ലെന്ന് അവൻ പറയുമ്പോൾ അയാൾ നിരാശയോടെ അത് പൊക്കിക്കളയുകയും അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പറക്കാനുള്ള ശക്തി കിട്ടി കാണുമല്ലോ എന്ന് പറഞ്ഞ് അവനെ പറപ്പിച്ചു നോക്കുന്നു. എന്നാൽ നേരെ അവിടെ ഇടിച്ച് മറിഞ്ഞു വീണിരിക്കുകയാണ്. അപ്പൊ നിനക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞത് സത്യമാണല്ലേ, എങ്കിൽ പിന്നെ നീ സൈഡ് കിക്ക് തന്നെന്ന് അയാൾ പറയുന്നു. അടുത്തതായി അയാൾ ലൈലയെ വിളിക്കുകയും നീ വന്ന് പവർ കാണിക്കാൻ പറയുമ്പോൾ എന്റെ പവർ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, അത് അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ ഞാൻ പുറത്തെടുക്കുള്ളൂ എന്നൊക്കെ പറയുകയും ഇപ്പൊ നിന്റെ പവർ കാണിച്ചില്ലെങ്കിൽ നിന്നെ ഒരു സൈഡ് കിക്ക് ആക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അത് മതി, സൈഡ് കിക്ക് ആവാനാണ് ഇഷ്ടമെന്ന് അവൾ പറയുന്നു. യഥാർത്ഥത്തിൽ വില്ലൊരു സൈഡ് കിക്ക് ആയതുകൊണ്ട് അവന്റെ ക്ലാസ്സിൽ പഠിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ അന്നത്തെ വീഴ്ചയിൽ അവന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരു ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്കൂളിൽ തന്നെയുള്ള ഡോക്ടർ ആയതുകൊണ്ട് അവരുടെ സൂപ്പർ പവർ ഉപയോഗിച്ച് എക്സ്റേ ഒക്കെ നോക്കിയാണ് അവർ പരിശോധിക്കുന്നത്. നിനക്ക് എല്ലിനൊന്നും പ്രശ്നമില്ല, ആ വീഴ്ചയിലൊന്നും വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ധൈര്യമായിട്ട് ക്ലാസ്സിലോട്ട് പോകാമെന്നൊക്കെ അവർ പറയുമ്പോൾ എന്റെ അമ്മയ്ക്കും അച്ഛനും ഓരോ സൂപ്പർ പവർ ഉണ്ട്, പക്ഷെ എനിക്കെന്താ അങ്ങനെ ഒന്നും ഇല്ലാത്തെന്ന് അവൻ ചോദിക്കുകയും അത് പൊതുവെ അങ്ങനെയാണ്, സൂപ്പർ പവറുകൾ ഉള്ള അമ്മയ്ക്കും അച്ഛനും ജനിക്കുന്ന മക്കൾക്ക് പൊതുവെ പവർ ഒന്നും കാണാറില്ല. എന്നാൽ ഒരാൾക്ക് സൂപ്പർ പവറും ഒരാൾ സാധാരണ മനുഷ്യനുമാണെങ്കിൽ അവരുടെ മക്കൾക്ക് പൊതുവെ ശക്തി ഉണ്ടായിരിക്കും. അമ്മയ്ക്കും അച്ഛനും സൂപ്പർ പവർ ഉള്ളത് കൊണ്ട് അവർക്ക് ജനിച്ച കുട്ടിക്ക് സൂപ്പർ പവർ ഇല്ലാതെ പോയതിന്റെ ഉദാഹരണമാണ് ദേ ആ നിൽക്കുന്ന ബസ് ഡ്രൈവർ. അയാളുടെ അമ്മയ്ക്കും അച്ഛനും പവർ ഉള്ളത് കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് കരുതി ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഭാവിയിൽ നിനക്ക് വല്ല സൂപ്പർ പവറും കിട്ടിയേക്കാമെന്നൊക്കെ അവർ പറയും. അങ്ങനെ അന്ന് വിൽ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ സ്കൂൾ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടെന്ന് അവൻ പറയും. അതൊക്കെ പറയാം, അതിനു മുമ്പ് നിന്നെ സീക്രട്ട് റൂം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇന്ന് ഈ റോബോട്ടിന്റെ കണ്ണുകൂടി കൊണ്ടുപോകാൻ ജോസി പറയുന്നു. നമ്മുടെ രഹസ്യ അറയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, നീ പുതിയ സ്കൂളിലൊക്കെ ചേർന്ന് സൂപ്പർ ഹീറോ ആവാൻ പോവുകയാണ്, അതുകൊണ്ടാണ് നിനക്ക് ഈ അറ കാണിച്ചു തരുന്നത്. ഒരു കാരണവശാലും നമ്മളല്ലാതെ മറ്റാരും ഇവിടെ ഇങ്ങനെ ഒരു അറയുണ്ടെന്ന് അറിയരുത് എന്നൊക്കെ അദ്ദേഹം പറയുകയും ശേഷം അവിടുത്തെ വാതിൽ തുറന്ന് അവിടുത്തെ കമ്പി വഴി തൂങ്ങി അവർ രണ്ടുപേരും താഴെ എത്തുന്നു. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു സ്ഥലമാണത്. ഇത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം സൂപ്പർ ഹീറോ ആവുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മെഷീനുകളും മറ്റുമാണ്. ഇനി ഈ സ്ഥലത്ത് ഇരിക്കുന്നതെല്ലാം ഞാനും നിന്റെ അമ്മയും കൂടി പല സൂപ്പർ വില്ലന്മാരെയും നശിപ്പിച്ചിട്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇവ ഓരോന്നും ഓരോ സൂപ്പർ വില്ലന്മാരുടെയും സാധനങ്ങളാണ്. ഇത് ഞാനും നിന്റെ അമ്മയും കൂടി അവസാനം കൊന്ന വില്ലന്റെ ആയുധമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ അവനെ തകർത്തത്. അങ്ങനെ അവന്റെ ഓർമ്മയ്ക്ക് കൊണ്ടുവന്ന സാധനമാണ് അവന്റെ ആയുധം. അങ്ങനെ ഓരോ ആളുകളെയും കൊന്നതിന്റെയും നമ്മൾ കാണിച്ചിട്ടുള്ള സാഹസത്തിന്റെയും എല്ലാം ഒട്ടുമിക്ക ചരിത്രവും ഇതിനുള്ളിൽ തന്നെ ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഇനി മുതൽ ഇവിടെ നീ കൊണ്ടുവരുന്ന സാധനങ്ങളും ഉണ്ടാവും. ലോകത്തുള്ള സൂപ്പർ വില്ലന്മാരെ എല്ലാം തകർത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഓരോ സാധനങ്ങൾ നീയും ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. നീ എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അതെന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് കഴിവില്ലെന്നുള്ള കാര്യം ഇപ്പൊ പറഞ്ഞ ഡാഡിയുടെ മൂഡ് പോകുമെന്ന് മനസ്സിലാക്കി അതൊന്നുമില്ല, രഹസ്യം അറിയാവുന്ന കാണണമെന്ന് പറയാൻ വന്നാണെന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ അവിടെയുള്ള വസ്തുക്കളോടൊപ്പം അദ്ദേഹം ഇപ്പോൾ കൊണ്ടുവന്ന റോബോട്ടിന്റെ കണ്ണും അവിടെ ഇരിക്കുകയാണ്. ആ കണ്ണ് യഥാർത്ഥത്തിൽ ഒരു ട്രാപ്പായിരുന്നു. അതിലൂടെ അവർ രഹസ്യ അറയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേർ ഒരു സ്ഥലത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം സൈഡ് കിക്കുകളുടെ ക്ലാസ്സിലേക്ക് സാറ് വന്നിരിക്കുകയാണ്. ഞാനാണ് നിങ്ങളുടെ അധ്യാപകൻ, ഞാനൊന്ന് വേഷം മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് തന്നെ ഹീറോയെ പോലെ വേഷം കിട്ടി അവിടേക്ക് വരുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. നമ്മളെല്ലാവരും സൈഡ് കിക്കുകളാണെന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും ഹീറോകളെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഹീറോകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മളില്ലെങ്കിൽ ഹീറോകളുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് കറണ്ടൊക്കെ പോയി എന്തൊക്കെയോ സംഭവിക്കുകയും എന്താണെന്ന് മനസ്സിലാവാതെ ഇരിക്കുന്നതിനിടെ അവർ നോക്കുമ്പോൾ തങ്ങളുടെ കൂട്ടുകാരൻ ഇരുട്ടിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായി അവർ കാണുകയും ചെയ്യും. ഇതാണ് എന്റെ കഴിവെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സാറ് അവിടേക്ക് കയറി വരുന്നു. സോറി, സയൻസ് ലാബിൽ ഞാൻ ചെയ്ത ഒരു പരീക്ഷണം പാളിപ്പോയതാണ്, അതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. നിങ്ങൾക്ക് ഹീറോ ആവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി തരുന്നത് ഞാനാണെന്നൊക്കെ അയാൾ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ കൃത്യമായി അവരുടെ ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. കഴിവില്ലാത്തത് കൊണ്ട് മെഷീനുകൾ വെച്ച്
വെച്ച് എന്തൊക്കെ ചെയ്യാമെന്നും ഓരോന്നും ഏതൊക്കെ രീതിയിൽ പ്രവർത്തിപ്പിക്കാമെന്നും ഒക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും പല മെഷീനുകൾ വെച്ച് പല കഴിവുകൾ കിട്ടുകയാണ്. പെട്ടെന്ന് ഡ്രസ്സ് മാറുന്നത് എങ്ങനെയാണെന്നൊക്കെ അവരെ ഓരോരുത്തരെയും സാറ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ അവരെല്ലാവരും എൻജോയ് ചെയ്താണ് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി കൂട്ടുകാരെല്ലാം കൂടി വില്ലിന്റെ വീട്ടിലിരുന്ന് ഒരു കമ്പൈൻ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോന്ന് പറഞ്ഞ് പരസ്പരം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സ്റ്റീവ് അവിടേക്ക് വരികയും നിങ്ങളെല്ലാവരും വില്ലിന്റെ കൂട്ടുകാരാണല്ലേ, എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ അവർ ഓരോരുത്തരായി സ്റ്റീവിനെ പരിചയപ്പെടുകയും നിങ്ങളുടെയൊക്കെ ശക്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രൂപം മാറാൻ കഴിയും. രൂപം മാറുമോ എന്ന് ചോദിക്കുമ്പോൾ എലിയായിട്ട് മാറാൻ കഴിയുമെന്ന് അവൾ പറയുകയും എനിക്ക് ജ്വലിക്കാൻ കഴിയുമെന്ന് അടുത്തവൻ പറയുകയും എനിക്ക് ഉരുകാൻ കഴിയുമെന്ന് അടുത്തവൻ പറയുകയും ചെയ്യും. ഇതൊക്കെ എന്തോന്ന് ശക്തിയാണെന്നൊക്കെ സ്റ്റീവ് കരുതുകയും എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ഫിഷ് സലാഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അയാൾ അടുക്കളയിലേക്ക് പോകും. ഈ സമയം തനിക്ക് ശക്തിയില്ലെന്നുള്ള കാര്യം അച്ഛനോട് പറയാമെന്ന് കരുതി അവനും നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. ശേഷം നൈസിന് അച്ഛനോട് കാര്യം പറയാൻ തുടങ്ങും. അച്ഛൻ അവിടെ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരെല്ലാം സൈഡ് കിക്കുകളാണെന്ന് പറയുമ്പോൾ അവരുടെ ശക്തി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായെന്ന് അദ്ദേഹം പറയുകയും അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഹീറോകൾ ആരും സൈഡ് കിക്കുകളെ കൂടെ ഇരുത്താറില്ല, നീ അവരെ കൂടെ ഇരുത്തി പഠിപ്പിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നൊക്കെ പറയുകയും ഞാനും ഒരു സൈഡ് കിക്ക് ആണെന്ന് അറിഞ്ഞാൽ അച്ഛന് വിഷമമാകുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്കറിയില്ല, എന്തായാലും ഇപ്പൊ നീ ശക്തനാണല്ലോ എന്നൊക്കെ പറയുന്നു. അച്ഛൻ യഥാർത്ഥത്തിൽ ഞാനും സ്കൂളിലെ ഒരു സൈഡ് കിക്ക് ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അയാളുടെ സ്വഭാവം അങ്ങ് മാറി അവനോട് ദേഷ്യപ്പെടുകയും നിന്നെ എന്തിനാ സൈഡ് കിക്കിന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടിരുത്തിയേ, ഞാൻ നിന്റെ കോച്ചിനെ ഇന്ന് വിളിച്ച് 4 പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞ് അയാൾ ഫോൺ എടുത്ത് ദേഷ്യത്തോടെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൊട്ടി തകർന്നു പോവുകയും ഉടൻ തന്നെ അയാൾ അടുത്ത ഫോൺ എടുത്ത് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കോച്ചിന്റെ പ്രശ്നമല്ല, എനിക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് സൈഡ് കിക്ക് ആക്കിയത്, എന്റെ പ്രശ്നമാണെന്നൊക്കെ അവൻ പറയും. അവരുടെ സംസാരങ്ങളെല്ലാം അപ്പുറത്തിരുന്ന് കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ അച്ഛന് വിശ്വസിക്കാൻ കഴിയാതെ മോനെ അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല, നീ എന്റെ മകനല്ലേ, നിനക്ക് ശക്തി ഇല്ലാതിരിക്കത്തില്ലെന്നൊക്കെ പറയുമ്പോൾ അല്ലച്ച അതാണ് സത്യം, എനിക്ക് യാതൊരു ശക്തിയുമില്ല, നിങ്ങളുടെ അടുത്ത് ഇത്രയും നാൾ അതൊന്നും പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പൊക്കളയുകയും അച്ഛന് ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യും. അവൻ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നിരുന്ന് നമുക്ക് ബാക്കി പഠിക്കാമെന്നൊക്കെ പറയുമ്പോൾ അവർക്കെല്ലാവർക്കും കാര്യമൊക്കെ മനസ്സിലായി ഒന്നും മിണ്ടാൻ കഴിയാതെ ഇരിക്കുകയും പിന്നെ അവനോട് അതിനെപ്പറ്റി ഒന്നും പറയാതെ അവർ അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം അവർ വീണ്ടും സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ എത്തിയ ഉടൻ ഡ്രൈവറിന്റെ തൊപ്പി ഒരുത്തൻ എടുത്തോണ്ട് പോവുകയും അവന്മാർ ഡ്രൈവറിനെ അവിടെ ഇട്ട് കളിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് വില്ല് അവിടേക്ക് ചെല്ലുകയും നീ മര്യാദയ്ക്ക് അവന്റെ തൊപ്പി അങ്ങ് കൊടുത്തേരെ എന്ന് പറയുമ്പോൾ സൈഡ് കിക്ക് ഒന്ന് പറഞ്ഞതല്ലേ നമുക്കങ്ങ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അത് ചെളിയിൽ എടുത്തിടുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവന്മാർ കളിയാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അങ്ങനെ അന്ന് വില്ല് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കൂട്ടുകാരുടെ അടുത്തിരിക്കാൻ പോകുന്നതിനിടെ മറ്റവന്മാർ വില്ലിനൊരു പണി കൊടുക്കാൻ കൈ നീട്ടി അവനെ മറിച്ചിടുകയും ഫുഡ് അവിടെ ഇരുന്ന ഒരുത്തന്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അവൻ ദേഷ്യത്തോടെ വില്ലിന് നേർക്ക് തിരിയുകയും നീ ആ സ്റ്റീവിന്റെ മകനായതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛനെ എന്റെ അച്ഛൻ ജയിലിൽ അടച്ചെന്ന് വെച്ച് നീ എന്നോട് ദേഷ്യം കാണിക്കരുത്, ഞാനത് മനഃപൂർവ്വമല്ല ചെയ്തതെന്നൊക്കെ അവൻ പറയുമ്പോൾ എന്റെ അച്ഛനോട് ചെയ്തതിനെ പറ്റി മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞ് അവന്റെ ശക്തി എടുക്കുകയും വില്ലിന് നേർക്ക് അവൻ തീ എറിയുമ്പോൾ വില്ല് ഒരുവിധം അത് തടഞ്ഞു നിർത്തുകയും ഇതോടെ അവൻ പിന്നെയും എറിയാൻ തുടങ്ങുന്നതോടെ സംഗതി ആകെ പ്രശ്നമാവുകയും ഇതോടെ ഫയർ അലാറം അടിച്ച് സാറന്മാരെ അറിയിക്കാമെന്ന് കരുതി അവൻ അതിന്റെ നേർക്ക് ഓടുമ്പോൾ മറ്റവൻ വീണ്ടും അവന്റെ കാലിൽ പിടിച്ച് മറിച്ചിടുകയും ഇതോടെ അവൻ വീണ്ടും തന്റെ നേർക്ക് തീയുമായി വരുന്നത് കണ്ട് അവൻ ഒരു ഡെസ്കിന്റെ അടിയിലേക്ക് കയറുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ അവിടെ മുഴുവൻ തീ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വില്ലിന്റെ കൂട്ടുകാർ അവിടേക്ക് വരികയും അവനെ തൊട്ടുപോകരുതെന്ന് പറയുമ്പോൾ അവൻ തീയുമായി കൂട്ടുകാരുടെ നേർക്ക് തിരിയുന്നതോടെ അവരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി വില്ല് രണ്ടും കൽപ്പിച്ച് ആ ഡെസ്ക് പിടിച്ചങ്ങ് പൊക്കുകയും ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അവനിപ്പോ ശക്തി കിട്ടിയിരിക്കുകയാണ്. ഇതോടെ അവൻ മറ്റവനെ പൊക്കിയെടുത്ത് ദൂരേക്ക് എറിയുകയും ശേഷം അവനെ ഉപദ്രവിച്ചന്മാരുടെ നേർക്ക് തിരിയുമ്പോൾ അവന്മാരാകെ പേടിച്ച് അവിടെ നിന്ന് മുങ്ങിക്കളയുന്നു. അപ്പോഴേക്കും മറ്റവൻ വീണ്ടും തീയുമായി ദേഷ്യത്തിൽ അവന്റെ നേർക്ക് വരാൻ പോവുകയാണ്. ഈ സമയം സാറന്മാർ സ്റ്റാഫ് റൂമിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ തെറിച്ച് അവിടേക്ക് വന്ന് വീഴുകയും ഒരു കൂസലുമില്ലാതെ എഴുന്നേറ്റ് പോകുന്നതായി കാണുകയും ചെയ്യും. വില്ല് അവനെ അടിച്ചിട്ടതായിരുന്നു. അവൻ വീണ്ടും ഇരട്ടി ദേഷ്യത്തിൽ വില്ലിന്റെ നേർക്ക് തിരിയുകയും ഇത് കണ്ട് അവിടെയുള്ളവരെല്ലാം പേടിച്ച് ഓടുകയും അപ്പോഴേക്കും ലൈല ഒരു ഫയർ എക്സിസ്റ്റർ എടുത്ത് അവന്റെ നേർക്ക് ഇട്ടുകൊടുക്കുകയും മറ്റവൻ ഓടി അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതെങ്ങനെയാണ് ഓണാക്കേണ്ടതെന്നൊക്കെ നോക്കി മനസ്സിലാവാത്തത് കൊണ്ട് അവൻ അടപ്പ് മൊത്തത്തിൽ വലിച്ചു പൊട്ടിക്കുകയും ഒരുവിധം മറ്റവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും പ്രിൻസിപ്പൽ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരെ രണ്ടുപേരെയും പണിഷ്മെന്റ് ചെയ്യാനായി നേരെ അവിടെയുള്ള വൈറ്റ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെയാണ് നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് തരുന്നത്. ഈ റൂമിൽ നിങ്ങളുടെ ഒരു സൂപ്പർ പവറും വർക്ക് ചെയ്യില്ലെന്നൊക്കെ പ്രിൻസിപ്പൽ പറയുകയും ഞാനൊന്നും ചെയ്തില്ല, എവനാണ് എന്നെ അടിച്ചതെന്നൊക്കെ പറയുമ്പോൾ നിന്റെ അച്ഛനാണ് എല്ലാം തുടങ്ങി വെച്ചത്, ഞാനായിരിക്കും അതെല്ലാം തീർക്കുന്നതെന്നൊക്കെ മറ്റവനും പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക, എപ്പോഴാണോ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്നത് അന്നേരം ഇവിടെ നിന്ന് പുറത്തു വിടും, അതുവരെ നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എന്തായാലും കൂട്ടുകാരാവാമെന്ന് പറഞ്ഞ് വില്ല് ശ്രമിക്കുമെങ്കിലും നിന്റെ കൂടെ കൂട്ടുകൂടാനൊന്നും ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മസിൽ പിടിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അന്ന് വൈകിട്ട് അവൻ വളരെ സന്തോഷത്തോടെ ശക്തി കിട്ടിയ കാര്യം വീട്ടിൽ പറയാനായി തിരിച്ചെത്തുമ്പോൾ വാതിൽ ഉൾപ്പെടെ പൊളിഞ്ഞു വരികയും ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായോ എന്ന് അവന്റെ അമ്മ ചോദിക്കുന്നത് കേട്ട് അമ്മ എനിക്ക് ശക്തി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ
തൂക്കിയെടുക്കുമ്പോൾ പ്രിൻസിപ്പൾ നമ്മളെ വിളിച്ചായിരുന്നു. നീ സ്കൂളിലെ ഒരുപാട് സാധനങ്ങൾ നശിപ്പിച്ചെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ചെറിയൊരു കശപിശ ഉണ്ടായി, പക്ഷെ എനിക്ക് ശക്തി കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശക്തി നല്ലതിന് വേണ്ടിയാണ് ഉപയോഗിക്കാനുള്ളത്, ഇന്ന് കാണിച്ചതുപോലെ അല്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഇപ്പൊ തന്നെ നമ്മുടെ രഹസ്യ അറയിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് അച്ഛൻ പറയുകയും അങ്ങനെ അവനാകെ വിഷമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രഹസ്യ അറയിൽ ചെന്ന ഉടൻ മോനെ എനിക്ക് ഇപ്പോഴാണടാ സന്തോഷമായതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത് ദേഷ്യമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടാ സ്കൂളാകുമ്പോൾ കുറച്ച് കശപിശയൊക്കെ നടക്കും, പക്ഷെ നിന്റെ അമ്മയുടെ മുമ്പിൽ കാണിക്കാനല്ലേ ഞാൻ ദേഷ്യം പിടിച്ചു നിന്നത്, ഇനി ഇവിടെ നിന്ന് പുറത്ത് നിന്നിട്ട് അമ്മ ചോദിച്ചാലും ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ അച്ഛൻ പറയുകയും എന്തായാലും ശക്തി കിട്ടിയതുകൊണ്ട് നിനക്ക് ഞാനൊരു എക്സ്ബോക്സ് സമ്മാനമായി തരുന്നുണ്ടെന്ന് പറഞ്ഞ് അയാൾ അത് കാണിക്കുകയും ഇത് കണ്ട് അവൻ സന്തോഷത്തോടെ അത് പൊട്ടിച്ചു നോക്കുകയും ചെയ്യുന്നു. അവർ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ റോബോട്ടിന്റെ കണ്ണുവഴി മറ്റൊരിടത്തിരുന്ന് ചിലർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അവൻ സ്കൂളിലെത്തി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വില്ലിങ് വാ നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയും അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ നിനക്ക് ശക്തി കിട്ടിയത് കൊണ്ട് നീ ഇനി മുതൽ സൈഡ് കിക്കല്ല, ഹീറോകളുടെ ക്ലാസ്സിലേക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെന്ന് സാറ് പറയുകയും നിനക്ക് എന്തെങ്കിലും ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ദേ ഇതുപോലെ തന്നെ നിന്നെ സഹായിക്കാൻ ഞങ്ങൾ എത്തുന്നതാണെന്നൊക്കെ പറയുമ്പോൾ അവന് ആ ക്ലാസ്സിൽ നിന്ന് പോകുന്നതിന്റെ ഒരു വിഷമം ഉണ്ടാവുകയും മറ്റൊരു വഴിയുമില്ലാതെ അവൻ ആ ക്ലാസ്സിൽ നിന്ന് ഹീറോകളുടെ ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ ഹീറോകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലേക്ക് അവൻ നേരെ കയറി ചെല്ലുകയും നീ വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ തെരഞ്ഞെടുത്ത് അവരോടൊപ്പം ഇരുന്ന് വേണം നീ പഠിക്കാൻ, നീ എന്തായാലും ഗന്നിന്റെ കൂടെ പോയി ഇരിക്കാൻ പറയുകയും അവളെ കണ്ട് അവന് വലിയ സന്തോഷമായി നേരെ അടുത്ത് ചെന്നിരിക്കുകയും ചെയ്യുന്നു. അവന് അവളെ ആദ്യം കണ്ടത് മുതൽ ചെറിയൊരു ഇഷ്ടമുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു മെഷീൻ ശരിയാക്കുകയാണ് ഇപ്പോൾ അവൻ ചെയ്യേണ്ടത്. എന്നാൽ എത്രയൊക്കെ നോക്കിയിട്ടും അവന് അത് പറ്റുന്നില്ല. ശരിയാക്കാത്തവരെല്ലാം സാറ് വഴക്ക് പറഞ്ഞ് അങ്ങോട്ട് വരുന്നത് കണ്ട് അവൾ തന്റെ ശക്തി ഉപയോഗിച്ച് അത് മുഴുവൻ അവന് ശരിയാക്കി കൊടുക്കുകയും സാർ അടുത്തെത്തി നോക്കുമ്പോൾ അവരത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷെ എന്തായാലും ഇത് നീ ചെയ്തതായിരിക്കില്ല, ഇനി മുതൽ ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ അവനെ സഹായിച്ചു പോകരുതെന്ന് അയാൾ അവളോട് പറയുകയും ഇതോടെ അവളാണ് ശരിയാക്കിയതെന്ന് സാറിന് മനസ്സിലായെന്ന് അവർ അറിയുന്നു. നീ എങ്ങനെ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ടെക്നോളജി ഉപയോഗിച്ചുള്ള സാധനങ്ങളെല്ലാം മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതാണ് എന്റെ ശക്തി എന്ന് അവൾ പറയുകയും അതെന്തായാലും നന്നായി, പക്ഷെ ശരിയാക്കുന്നതിന് പകരം നശിപ്പിക്കുന്നതാണ് എനിക്ക് തരുന്ന ജോലിയെങ്കിൽ അത് ഞാൻ നല്ലപോലെ ചെയ്യുമെന്നൊക്കെ അവൻ പറയുകയും അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവൾക്ക് അവനെ ഇഷ്ടമായി തുടങ്ങുകയും ചെയ്യുന്നു. അന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് സൈഡ് കിക്കുകൾ വരുന്നത് കണ്ട് വാ ഇവിടെ വന്നിരിക്കാമെന്ന് വില്ല് വിളിക്കുകയും എന്നാൽ അവരവിടേക്ക് വരുമ്പോൾ അവിടെയുള്ളവൾ ശക്തി ഉപയോഗിച്ച് സീറ്റ് മുഴുവൻ ഫില്ല് ചെയ്യുകയും ഇവിടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അവരാകെ വിഷമിക്കുകയും ചെയ്യുന്നു. ഹീറോകളാരും സൈഡ് കിക്കുകളെ അടുത്തിരുത്താറില്ല. ഇതോടെ അവർ അവിടെ നിന്ന് പൊയ്ക്കളയുകയും അവന് ആ ചെയ്തത് ഒരു വിഷമം പോലെയൊക്കെ തോന്നുകയും ചെയ്യുന്നു. ഇതിനിടെ അവൻ നോക്കുമ്പോൾ വാറൻ അവനെ ദേഷ്യത്തോടെ നോക്കുന്നത് കാണുകയും അവൻ ഒന്നും അറിയാത്തതുപോലെയൊക്കെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ നേരെ ലൈലയുടെ അടുത്ത് വരികയും ഇന്ന് ലഞ്ച് കഴിച്ചപ്പോൾ സംഭവിച്ചതിന് സോറി, ഞാൻ നിങ്ങളെ അടുത്തിരുത്താൻ നോക്കിയതാണെന്നൊക്കെ പറയുമ്പോൾ അത് കുഴപ്പമില്ല, നിനക്കിപ്പോ പുതിയ കൂട്ടുകാരെ കിട്ടിയല്ലോ, ഹീറോസ് എല്ലാം അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നീ അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ എന്നൊക്കെ അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ എന്നോടൊപ്പം റെസ്റ്റോറന്റിൽ വരുമെന്ന് അവൾ ചോദിക്കുന്നു. ഡിന്നറോ, ശരി, അങ്ങനെ നിന്റെ പിണക്കം മാറുവാണെങ്കിൽ ഞാൻ വന്നേക്കാമെന്ന് അവൻ പറയുകയും അവൾക്ക് സന്തോഷമാവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവൾക്ക് അവനെ ഇഷ്ടമാണ്, അത് ഇന്ന് രാത്രി തുറന്നു പറയാനാണ് അവൾ നോക്കുന്നത്. അങ്ങനെ അന്ന് അവരുടെ സ്കൂളിൽ ഒരു മത്സരം നടക്കുകയാണ്. 3 മിനിറ്റിനുള്ളിൽ അവിടെയുള്ള ഒരു പ്രതിമ മിക്സിംഗ് മെഷീന്റെ ഉള്ളിൽ വീഴാതെ രക്ഷിക്കണം. അങ്ങനെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായി സ്പീഡിനെയും ലാഷിനെയും വിളിക്കുകയും നിങ്ങൾ ഹീറോ ആയിട്ടാണോ വില്ലൻ ആയിട്ടാണോ കളിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ വില്ലൻ മതിയെന്ന് പറയുകയും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആരെ വേണമെന്ന് ചോദിക്കുമ്പോൾ ആ വില്ലിനെയും വാറിനെയും നമ്മുടെ എതിരാളിയായിട്ട് വെക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഹീറോ ആയിട്ട് മത്സരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് 3 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും ആ വില്ലന്മാരെ തോൽപ്പിച്ച് ആ പ്രതിമയെ രക്ഷിക്കണം, അതാണ് ടാസ്ക് എന്ന് പറയുകയും അങ്ങനെ സമയം തുടങ്ങുകയും ചെയ്യുന്നു. ഒരുത്തനാണെങ്കിൽ കൈ വലിച്ചു പിടിക്കുകയും സ്പീഡുള്ളവൻ അവന്റെ കയ്യിൽ തൂങ്ങി പാഞ്ഞു ചെന്ന് അവന്മാരുടെ ചുറ്റും കറങ്ങി അടിച്ചിടുകയും ചെയ്യുന്നു. വാറൻ ഒരുവിധം എഴുന്നേക്കുമ്പോൾ മറ്റവൻ കൈ നീട്ടി അവനെ ചുറ്റി പിടിക്കുകയും അവൻ തീ ഇടുന്നതോടെ പൊള്ളിയിട്ട് കൈ വലിക്കുകയും ചെയ്യും. വില്ല് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിക്കുമെങ്കിലും മറ്റവൻ പാഞ്ഞ് അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ എത്രയൊക്കെ എഴുന്നേറ്റ് നോക്കിയിട്ടും നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും പ്രതിമ മിക്സറിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ വാറൻ എഴുന്നേറ്റ് മറ്റവന്റെ നേർക്ക് തീ എറിയുമെങ്കിലും അത് നേരെ കോച്ചിനാണ് ചെന്ന് കൊള്ളുന്നത്. ഉടൻ വില്ല് രണ്ടും കൽപ്പിച്ച് ചാടി തറയിലൊരു ഇടി ഇടിക്കുകയും ഇതോടെ മൊത്തത്തിൽ പൊളിഞ്ഞ് ഓടി വന്നവനും മറ്റവനും നേരെ മറിഞ്ഞ് തറയിൽ വീഴുന്നു. ഇതോടെ നീളാൻ കഴിയുന്നവനെ പിടിച്ച് പൊക്കിയെടുത്ത് തൂണിൽ വെച്ച് വില്ല് അവന്റെ കൈകൊണ്ട് അവനെ തന്നെ അവിടെ കെട്ടിയിടുകയും എന്നാൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന വാറിന്റെ അടുത്തേക്ക് മറ്റവൻ ഓടി വന്ന് ചുറ്റിനും നിന്ന് കറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ അവന്റെ ഉള്ളിൽ ഓക്സിജൻ ഇല്ലാതെ വരികയും തീയൊക്കെ അണഞ്ഞു പോകുന്നതോടൊപ്പം അവനും ശ്വാസം കിട്ടാതെ ആ വട്ടത്തിന്റെ ഉള്ളിൽ കിടന്ന് വിഷമിക്കുന്നു. എന്നാൽ ഇത് വില്ല് കാണുകയും അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായി ഓടി അവിടേക്ക് ചെന്ന് മറ്റവനെ പിടിച്ചു നിർത്തിയ ശേഷം അവന്റെ ദിശ തിരിച്ചങ്ങ് വിടുകയും മറ്റവനുമായി ഇടിച്ച് രണ്ടുപേരും അവിടെ കിടക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും സമയം തീരാൻ പോവുകയാണ്. പ്രതിമയാണെങ്കിൽ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഇതോടെ വില്ല് വാറിനെ പിടിച്ച് പൊക്കിയെടുത്ത് തൂക്കിയെറിയുകയും അവൻ ആ പ്രതിമയെ രക്ഷിച്ച് നേരെ ചെന്ന് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇതോടെ ഹീറോകളായി മത്സരിച്ചവർ ജയിക്കുകയും എല്ലാവർക്കും വലിയ സന്തോഷമാവുകയും ചെയ്യുന്നു. ഇതോടെ
ഇതോടെ വില്ല് നേരെ ചെന്ന് വാറിന് കൈ കൊടുക്കാൻ നോക്കുമെങ്കിലും അവനൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പൊക്കളയുന്നു. ഇതോടെ എല്ലാവരും അവിടേക്ക് വന്ന് വില്ലിനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈല അവിടെ നിന്ന് അവനെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റവൾ അവനെ വിജയിയായി പ്രഖ്യാപിച്ച് അവിടെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവൻ മത്സരത്തിൽ ജയിച്ചതൊക്കെ ഓർത്ത് നീ നല്ല കലക്കി കളഞ്ഞെന്നൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഗൻ നിൽക്കുന്നതായി കാണുകയും ചെയ്യുന്നു. നീ എപ്പോഴാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായെന്നൊക്കെ അവൾ പറയുകയും അച്ഛാ ഇവളെന്റെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞ് അവൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. ആന്റി ഗ്രാവിറ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് അത്യാവശ്യമായതുകൊണ്ട് അതൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ അവൾ പറയുകയും അതിനെന്താ അത് നമുക്ക് പഠിക്കാമെന്നൊക്കെ പറയുമ്പോൾ നീ എന്തായാലും ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഡിന്നർ കഴിക്കണമെന്നൊക്കെ അച്ഛൻ പറയുന്നു. ശരിയെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ അവൾ പറയുകയും അങ്ങനെ അവർ നേരെ അത് പഠിക്കാനായി പോവുകയും ചെയ്യുന്നു. അവന്റെ പുതിയ കാമുകിയാണെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടെന്നൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം റെസ്റ്റോറന്റിലാണെങ്കിൽ ലൈല വില്ലിനെയും കാത്ത് ഇരിക്കുകയാണ്. അവൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എത്തിയിട്ടില്ല. അവളുടെ അടുത്ത് ഓർഡർ എടുക്കാൻ വരുമ്പോ കൂടെ ഒരാളും കൂടെ ഉണ്ട്, ഉടനെ വരുമെന്നൊക്കെ അവൾ പറയുന്നു. ഈ സമയം വില്ലും മറ്റുള്ളവരും വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈലയോടൊപ്പം പോവാമെന്ന് പറഞ്ഞത് അവൻ മറന്നും പോയി. അവരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ അമ്മ മരിച്ചുപോയി, അച്ഛന്റെ കൂടെയാണ് താമസിക്കുന്നത്, അച്ഛന് പ്രത്യേകിച്ച് ശക്തിയൊന്നും ഇല്ലെന്നൊക്കെ അവൾ പറയുകയും നമ്മുടെ സ്കൂളിൽ ഹോം കമ്മിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, വലിയ ഒരു പ്രോഗ്രാമാണ് നടക്കാൻ പോകുന്നത്, അതിൽ ഹീറോ ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അച്ഛനും അമ്മയും കൂടി ഹോം കമ്മിങ്ങിന് വന്ന് ഹീറോ ഓഫ് ദ ഇയർ അവാർഡ് വാങ്ങണമെന്ന് അവൾ പറയുകയും അതിന് അവർ സമ്മതിക്കുകയും ചെയ്യും. അപ്പോഴും ലൈല വില്ലിനെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും വെയിറ്റർ അവിടേക്ക് വരികയും ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോൾ നീ സ്കൈ സ്കൂളിൽ പഠിക്കുന്ന വാർണർ അല്ലേ, ഞാനും അതേ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ആ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാനിവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുകയാണെന്നൊക്കെ അവൻ പറയുകയും വില്ല് എന്നെ കാണാൻ വേണ്ടി ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ അവനെ കാത്തിരിക്കുകയാണ്, നീ ഫ്രീ ആണെങ്കിൽ ഇരുന്നോളാൻ അവർ പറയുകയും അങ്ങനെ അവൻ അവിടെ ഇരുന്ന് ലൈറ്റൊക്കെ കത്തിച്ച് വെച്ച് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. നിനക്ക് വില്ലിനെ ഇഷ്ടമാണല്ലേ, നേരത്തെ നീ അത് അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവൾ പറയുകയും അതെന്താ അവനോട് ഇഷ്ടം തുറന്നു പറയാഞ്ഞേ, നമുക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ ആദ്യമേ തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ അവര് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്നൊക്കെ വാർണർ പറയുന്നു. ഈ സമയം വില്ലും കൂട്ടരും അച്ഛന്റെയും അമ്മയുടെയും കോളേജിലുള്ള ആൽബമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മുടെ കൂടെ പഠിച്ചവരാണ്, പലരും അടുത്ത കൂട്ടുകാരായിരുന്നു. ഈ പെൺകുട്ടിക്ക് ഒരു പ്രത്യേക കഥയുണ്ട്. ഇവൾ നമ്മളോടൊപ്പം സ്കൂളിൽ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അവളെ കാണാതായി, എങ്ങോട്ട് പോയതാണെന്ന് ആർക്കും അറിയത്തില്ലെന്നൊക്കെ പറയും. അതുപോലെ ഇവനെയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്ത വാറന്റെ അച്ഛൻ, അവനും ഞാനും സ്കൂളിൽ വെച്ച് സ്ഥിരം അടിയായിരുന്നു, ഫൈറ്റ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടോന്ന് തന്നെ എനിക്ക് സംശയമാണെന്നൊക്കെ അച്ഛൻ പറയുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വില്ല് പോവുകയും വീടിനടുത്ത് എത്തിയ ശേഷം ഹോം കമ്മിങ്ങിന്റെ പരിപാടികളെല്ലാം നീയാണ് കണ്ടക്ട് ചെയ്യുന്നതല്ലേ, എന്തായാലും നല്ലപോലെ നടക്കട്ടെ എന്നൊക്കെ അവൻ പറയുകയും പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ കുറെ നാളായിട്ട് എനിക്ക് പറ്റിയ ഒരു പയ്യനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് നീയാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവളുടെ അച്ഛൻ വന്ന് വാതിൽ തുറക്കുകയും ഇതോടെ അവൾ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ അച്ഛന് അവനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവർ വാതിലടയ്ക്കുന്നതോടെ അവൻ പോകാൻ വേണ്ടി തിരിയുമെങ്കിലും അവൾ ഇറങ്ങി അവിടേക്ക് വന്ന് അവന് ഒരു ഉമ്മ കൊടുത്തിട്ട് പോകുന്നു. ഇതോടെ അവന് വലിയ സന്തോഷമാവുകയും അവൻ ചാടിത്തുള്ളി വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നു. ഈ സമയം മറ്റേ വില്ലന്മാരായി ഒളിച്ചിരിക്കുന്നവർ സ്കൂളിൽ നടക്കാൻ പോകുന്ന ഹോം കമ്മിങ്ങിന്റെ കാര്യം അറിയുകയും ആ ഹോം കമ്മിങ്ങിന് നമ്മുടെ പ്ലാനുകളെല്ലാം റെഡിയാക്കണം, അന്ന് എല്ലാ ഹീറോകളെയും ആ സ്കൂളിൽ ഒരുമിച്ച് കിട്ടുന്ന ദിവസമാണ്, അതോടൊപ്പം സ്റ്റീവിന്റെ വീട്ടിലുള്ള ആ ആയുധവും ശരിയാക്കി നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണമെന്നൊക്കെ അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ വില്ല് ലൈലയുടെ അടുത്ത് വരികയും ഇന്നലെ രാത്രി അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നതിനിടെ മറ്റേതവന് ഓർമ്മ വരികയും അയ്യോ ഇന്നലത്തെ ഡിന്നറിന്റെ കേസ് ഞാൻ മറന്നുപോയടി, നീ എന്നോടൊന്ന് ക്ഷമിക്കുക, എനിക്കാണെങ്കിൽ ഒരു വലിയ കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കും നിന്നോടൊരു കാര്യം തുറന്നു പറയാനുണ്ടെന്ന് അവൾ പറയുകയും അതെന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ ആദ്യം നിന്റെ കാര്യം പറയാൻ പറയുകയും ഞാനും ഗന്നും ഡേറ്റിംഗിലാണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഹോം കമ്മിങ്ങിന് ഞാൻ അവളോടൊപ്പമായിരിക്കും വരുന്നതെന്നൊക്കെ അവൻ പറയുന്നു. ഇത് കേട്ട് അവൾക്ക് വിഷമമാവുമെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നിൽക്കുമ്പോഴേക്കും വണ്ടി വരികയും അവർ അതിൽ കയറി പോവുകയും ചെയ്യുന്നു. പൊക്കൊണ്ടിരിക്കുന്നതിനിടെ നീ എന്താണ് പറയാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനും ഇപ്പോൾ ഒരാളുമായി ഡേറ്റിംഗിലാണ്, എനിക്ക് അയാളെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയുകയും അതാരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ വാറിനോടൊപ്പമാണെന്ന് അവൾ പറയുന്നു. എടി നീ വാറിനെ അങ്ങ് വിട്ടുകളാ, അവൻ ഒന്നാമത് എന്റെ ശത്രുവാണ്, അതോടൊപ്പം ഒരു സൈക്കോയുമാണ്, നീ എപ്പോഴും അവനുമായിട്ടൊക്കെ കമ്പനി ആയെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി ഡിന്നറിന് വെച്ച് നീ വന്നില്ലല്ലോ, ആ സമയത്ത് ഞാൻ അവനുമായിട്ട് കമ്പനി ആയെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് പൊക്കളയും. അങ്ങനെ അന്ന് അവൾ കഴിക്കുമ്പോൾ വാറിന്റെ അടുത്ത് ചെന്നിരിക്കുകയും അവനോട് കമ്പനി വിടാൻ ശ്രമിക്കുകയും ചെയ്യും. നീ എന്തിനാ എന്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ അവൻ പറയുമ്പോൾ അവളുടെ കൂട്ടുകാരെല്ലാം കൂടി ഓരോരുത്തരായി അവിടെ വന്ന് ഇരിക്കുകയും നിങ്ങളെല്ലാം കൂടി എന്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ശല്യപ്പെടുത്താതെ എന്നൊക്കെ അവൻ പറയുന്നു. ഇതിനിടെ വില്ല് അതുവഴി വരുന്നത് കണ്ട് അവനെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി അവൾ വാറിനോട് കൂടുതൽ അടുത്ത് സംസാരിക്കുകയും ഇതൊക്കെ വില്ല് ശ്രദ്ധിക്കുകയും ഓ അത് ശരി, അപ്പൊ അവനെ കാണിക്കാൻ വേണ്ടിയാണല്ലേ നീ പരിപാടികളൊക്കെ കാണിക്കുന്നത്, ഇതിനൊന്നും എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അന്ന് വില്ല് ഗെയിനോടൊപ്പം നടക്കുന്നത് കാണുമ്പോഴെല്ലാം അവനെ കാണിക്കാൻ വേണ്ടി അവൾ വാറിനോട് അടുത്ത് പെരുമാറുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഗെയിൻ വില്ലിനോടൊപ്പം അവന്റെ വീട്ടിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ
എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവൾക്ക് ഒരു കോൾ വരികയും ഹോം കമ്മിങ്ങിനുള്ള ഡെക്കറേഷൻസ് എല്ലാം റെഡിയാക്കാൻ പറയുകയും ചെയ്യും. എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ ഹോം കമ്മിങ്ങിന്റെ ഡെക്കറേഷന് വേണ്ടി നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണ് എന്നോട് പറയുന്നത്. നമുക്ക് ആ കമ്മിറ്റിയിലുള്ളവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അത് വേണ്ട, ഇവിടെ ഒരുപാട് പേര് വരുന്നതെന്നും എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല, അവരിപ്പോ പുറത്തു പോയിരിക്കുകയല്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോൾ വരും, അപ്പൊ ഇവിടെ ആളുണ്ടെങ്കിൽ ശരിയാവില്ലെന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ ശരി ഞാൻ പോയേക്കാം, എനിക്ക് നിന്റെ കൂടെ കുറച്ചു നേരം കൂടി ഇരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ പോവാൻ നോക്കുമ്പോൾ നിക്ക് കുറച്ചു പേരെ വിളിക്ക്, നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് അവൻ പറയുകയും അങ്ങനെ കോളേജിലെ ഹീറോ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരെയും അവൾ അവന്റെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യും. എല്ലാവരും കൂടി അവിടെ മൊത്തത്തിൽ ആകെ ബഹളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് അവൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അവൻ നേരെ ഗെയിന്റെ അടുത്ത് ചെന്ന് എടി കമ്മിറ്റിയിലുള്ളവരെ മാത്രം വിളിച്ചാൽ മതിയെന്നല്ലേ പറഞ്ഞത്, ഇവരെല്ലാം കമ്മിറ്റിയിലുള്ളവരാണ്, നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നൊക്കെ അവൻ പറയുകയും നീ എന്റെ കൂടെ വന്നേന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെയും വിളിച്ച് നേരെ അവിടെ ഒരു റൂമിലേക്ക് ചെല്ലുകയും നമുക്ക് അവരുടെയൊക്കെ ഇടയിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പറയുമ്പോൾ ഇത്രയും നല്ലൊരു പാർട്ടി ഇവിടെ നടക്കുമ്പോൾ എന്റെ കൂട്ടുകാരെ ആരെയും ഞാൻ വിളിച്ചില്ലല്ലോ എന്നൊക്കെ അവൻ പറയുമ്പോൾ നീ ആ സൈഡ് കിക്കുകളുടെ കാര്യമാണോ പറയുന്നത്, നിനക്ക് ഒരുപാട് നല്ല കൂട്ടുകാരെ ഇപ്പൊ കിട്ടിയില്ലേ, ഇനി എന്തിനാണ് അവന്മാരെയൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഒരുത്തൻ അവിടേക്ക് കയറി വരികയും അവരെ കണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇവിടെ ആളുകളുടെ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഈ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുകയും ഇതോടെ അവൻ അവളെയും കൊണ്ട് നേരെ അച്ഛന്റെ മറ്റേ രഹസ്യ അറയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് അടിപൊളി സ്ഥലമാണല്ലോ, ഇങ്ങനെ ഒരിടം ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ പിടിച്ച് ഉമ്മ വയ്ക്കുകയും ഈ സമയം അവൻ അറിയാതെ ആരോ അവിടെ ഇരുന്ന മറ്റേ സാധനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിനിടെ അതുവഴി വരുന്ന ലൈല നോക്കുമ്പോൾ വില്ലിന്റെ വീട്ടിൽ എന്തൊക്കെയോ പരിപാടി നടക്കുകയാണ്. അതെന്താണ് സംഭവം എന്നറിയാനായി അവൾ നേരെ നടന്ന് ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും വില്ലിനെ അവിടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൈഡ് കിക്കായ അവളെ കണ്ട് അവിടെയുള്ളവരെല്ലാം തുറിച്ചു നോക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി വന്ന ഗെയിൻ അവളെ കാണുകയും നീ പോയി എനിക്ക് ജ്യൂസ് ഒന്ന് എടുത്തോണ്ട് തരാമോ എന്ന് പറഞ്ഞ് വില്ലിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ശേഷം നേരെ ലൈലയുടെ അടുത്തേക്ക് ചെല്ലുകയും നീ എന്തിനാടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ വില്ലിനെ കാണാനാണെന്ന് പറയുകയും വില്ലിനെ നീ ഇനി കണ്ടിട്ട് ഒരു കാര്യമില്ല, അവന് നിന്നെ ഇഷ്ടമല്ല, നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൻ അറിഞ്ഞു, ഇപ്പൊ അവൻ നിന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുവാണെന്നൊക്കെ അവൾ പറയുകയും ഇത് കേട്ട് ആകെ വിഷമിച്ച് ലൈല നിൽക്കുമ്പോൾ നീ എപ്പോ വന്നെന്ന് പറഞ്ഞ് വില്ല് അവിടേക്ക് വരികയും എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിനക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവൻ പിറകെ ചെല്ലുമെങ്കിലും നിനക്കിപ്പോ നമ്മളെയൊന്നും വേണ്ടല്ലോ, അവളോടൊപ്പം സന്തോഷമായിട്ടിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പൊക്കളയുന്നു. ഇതോടെ അവൻ നേരെ ചെന്ന് നീ എന്താ ലൈലയോട് പറഞ്ഞെന്ന് ഗെയിനോട് ചോദിക്കുമ്പോൾ ഒരു സൈഡ് കിക്ക് ആയതുകൊണ്ട് ഇനി വില്ലിനോട് കൂട്ടുകൂടരുതെന്നും അവനിപ്പോ ഹീറോകളുടെ ക്ലാസ്സിലായെന്നും പറഞ്ഞ് അവളെ ഒഴിവാക്കി വിട്ടതാണെന്ന് അവൾ പറയുകയും നീ എന്തൊരു പണിയാടി ഈ കാണിച്ചേ, അവള് കുട്ടിക്കാലം മുതലുള്ള എന്റെ ഫ്രണ്ടാണ്, ഏതൊക്കെ ഹീറോകളുടെ കൂടെ ചേർന്നാലും അവരെയൊന്നും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാടാ അവരുടെ അടുത്ത് ഇത്രയും ഇത് കാണിക്കുന്നത്, ഹീറോകളല്ലേ നിന്റെ കൂടെ ഉള്ളതെന്നൊക്കെ പറയുമ്പോൾ വിടടി എന്നെ, എനിക്ക് ഒരു ഹീറോയെയും വേണ്ട, നിന്റെ കൂടെ ഞാൻ ഇനി ഒന്നിനും വരില്ല, നീ എന്നെ അങ്ങ് വിട്ടേരെ, മറ്റുള്ളവരെല്ലാം വെറുപ്പിച്ചിട്ട് നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് വയ്യെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഹോം കമ്മിങ്ങിന് നീ എന്റെ കൂടെ അല്ലേ വരുന്നതെന്ന് അവൾ ചോദിക്കുകയും ഇല്ല, ഹോം കമ്മിങ്ങിന് നീ വേറെ ആരെങ്കിലും നോക്കിക്കോണം, ഞാൻ നിന്റെ കൂടെ വരത്തില്ലെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വില്ലിന്റെ അച്ഛനും അമ്മയും അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒരു പാർട്ടി തന്നെ നീ നടത്തിയോന്നൊക്കെ അവർ ചോദിക്കുകയും ഞാൻ 3 വരെ എണ്ണുന്നതിന് മുമ്പ് എല്ലാവരും ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന് പറയുന്നതോടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എങ്ങനെയെങ്കിലും ജീവനം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പൊക്കളയും. പിന്നെ നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട്, ഹോം കമ്മിങ്ങിന് നമ്മൾ നിന്റെ സ്കൂളിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, നീ ആ ഗെയിനോടൊപ്പം അവിടെ വന്ന് ഡാൻസ് കളിക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, അവളോടൊപ്പം ഞാൻ വന്ന് ഡാൻസ് കളിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പൊക്കളയുന്നു. ശേഷം അവൻ നേരെ ചെന്ന് ലൈലയെ കോൾ ചെയ്ത് നോക്കുമെങ്കിലും അവൾ ഒരു വിധത്തിലും ഫോൺ എടുക്കുന്നില്ല. അന്ന് അവൻ അവളുടെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ ചെന്നിരിക്കുകയും എത്ര വിളിച്ചു നോക്കിയിട്ടും അവൾ ഫോൺ എടുക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ വാറൻ അവിടേക്ക് വന്ന് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ലൈലയുമായിട്ട് ചെറിയ കശവിശ ഉണ്ടായി, അവള് വരുമോന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുകയും എടാ മണ്ട, അവള് നിന്നോട് എത്രത്തോളം അടുപ്പത്തിലാണ് പെരുമാറുന്നതെന്ന് അറിയാമോ, പക്ഷെ നീ അവളോട് അത്രത്തോളം അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല, അവൾ എന്നോട് ഓവറായിട്ട് കൂട്ടുകൂടുന്നതും കമ്പനി ആവുന്നതും എല്ലാം നിന്നെ കാണിക്കാൻ വേണ്ടിയാണ്, നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പൊക്കളയുന്നു. അങ്ങനെ ഹോം കമ്മിങ്ങിന്റെ ദിവസമായിരിക്കുകയാണ്. എല്ലാവരും ഫംഗ്ഷന് തയ്യാറായിരിക്കുന്നു. ലൈലയും അവിടെ ഫംഗ്ഷന് എത്തിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് അമ്മ വില്ലിനോട് വന്ന് നീ വരുന്നില്ലെന്ന് ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല, വലിയൊരു തെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, എനിക്കിനി ആ ഫംഗ്ഷനിലേക്ക് വരാൻ വയ്യെന്നൊക്കെ അവൻ പറയുമ്പോൾ എടാ മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്, നീ എന്തായാലും മനസ്സ് മാറുവാണെങ്കിൽ അങ്ങോട്ട് വാ, തൽക്കാലം നമ്മുടെ ഈ സ്കൂൾ ആൽബം വായിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സ്റ്റീവും ജോസിയും നേരെ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ വില്ലും കൂടെ ഉണ്ടെങ്കിലേ ശരിയാവും, നമുക്ക് അവാർഡ് കിട്ടുന്നത് കാണാൻ നമ്മുടെ മോൻ വേണ്ടേന്നൊക്കെ സ്റ്റീവ് ചോദിക്കുമ്പോൾ അവരെ രണ്ടുപേരെയും സ്വാഗതം ചെയ്ത് അവിടെ പേര് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ അവാർഡ് വാങ്ങാൻ വേണ്ടി എല്ലാവരുടെയും ഇടയിലൂടെ വളരെ സന്തോഷത്തോടെ അവിടേക്ക് ചെല്ലുന്നു. ഈ സമയം വീട്ടിലിരുന്ന് അച്ഛന്റെ ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അതിലെ മറ്റേ കാണാതായ പെൺകുട്ടിയെ കണ്ട് അവന് എന്തോ പരിചയമുള്ളതുപോലെ തോന്നുകയും ഇതിനിടെ മുമ്പത്തെ ഒരു ലാബിൽ അതേ പെൺകുട്ടി മറ്റേ വില്ലന്റെ ആയുധവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണുകയും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ആ ഫോട്ടോയിൽ കാണുന്നത് ഗന്നാണെന്ന് അവന് മനസ്സിലാവുന്നത്. നോക്കുമ്പോ അവിടെ മറ്റേ ആയുധം കാണാനുമില്ല. ഇതോടെ അവൾ അവനെ വലിപ്പിച്ചതാണെന്ന് മനസ്സിലാവുകയും എങ്ങനെയെങ്കിലും സ്കൂളിലെത്തിയേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അവൻ അപ്പോൾ തന്നെ ഡ്രൈവർ കൊടുത്ത ആ കാർഡ് എടുക്കുകയും ചെയ്യും. ഈ സമയം ഗൻ അവിടുത്തെ സ്റ്റേജിൽ സംസാരിക്കാൻ കയറുകയും ഇന്ന് നമ്മൾ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള സ്റ്റീവിനും ജോസിക്കും അവാർഡ് കൊടുക്കാൻ പോവുക
പോവാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ഒറിജിനൽ രൂപമെടുക്കുകയും ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതുവരെയും സ്റ്റീവിന്റെ വീട് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന മറ്റേ വില്ലൻ ഇവളായിരുന്നു. ഉടൻ അവളുടെ ശിങ്കിടി അവിടേക്ക് വന്ന് സ്റ്റീവിന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ ആ ആയുധം എടുക്കുന്നു. അപ്പോഴാണ് ഇവളോടാണ് പണ്ട് താൻ യുദ്ധം ചെയ്തിട്ടുള്ളതെന്ന് സ്റ്റീവിന് മനസ്സിലാവുന്നത്. ഉടൻ അവൾ സ്റ്റീവിന്റെ നേർക്ക് ആ ആയുധം പ്രയോഗിക്കുകയും ഇതോടെ അയാൾ ഒരു കുഞ്ഞായിട്ട് ചുരുങ്ങി പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് ജോസി ചാടി വീഴുമെങ്കിലും അവളുടെ നേർക്കും ആയുധം പ്രയോഗിച്ച് തെറിച്ചു വീഴുന്നത് കണ്ട് സാറ് ചാടി അവളെ രക്ഷിക്കുമ്പോൾ അവളും കുഞ്ഞായി മാറിയിരിക്കുകയാണ്. ഇതോടെ അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെ ദേഹത്തേക്കും അവൾ ആയുധം പ്രയോഗിക്കുന്നതോടെ എല്ലാവരും കുഞ്ഞാവുകയും മറ്റുള്ളവരെല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വില്ലന്മാരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം അവിടുത്തെ വാതിലുകളെല്ലാം അങ്ങ് അടച്ചു കളയുന്നു. ഇതോടെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാതായിരിക്കുകയാണ്. അപ്പോഴേക്കും വില്ല് ബസ്സിൽ കയറി പാഞ്ഞ് അവിടെ എത്തിയിരിക്കുകയാണ്. ശേഷം അവൻ നേരെ സ്കൂളിലേക്ക് ചെന്നിരിക്കുന്നു. ഈ സമയം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വാറനും കൂട്ടരും ഒരു വെന്റ് തുറന്ന് അതിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ അവർക്ക് വെട്ടം കാണാൻ കഴിയാതെ വരുമ്പോൾ കൂടെയുള്ളവൻ തിളങ്ങാൻ തുടങ്ങുകയും അങ്ങനെ അവർ വെട്ടം കണ്ട് മുന്നോട്ട് പോവുകയും അപ്പോഴേക്കും അവിടെ എത്തുന്ന വില്ല് വെട്ടം കണ്ട് വെന്റ് തുറക്കുകയും അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഞാനൊരു രഹസ്യം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അവള് വില്ലെത്തിയായിരുന്നു. പസിഫയർ എന്ന ആയുധം അടിച്ചു മാറ്റുകയും ചെയ്തു. ഇപ്പൊ നിന്റെ അമ്മയെ അച്ഛനെ ഉൾപ്പെടെ എല്ലാരെയും കുഞ്ഞുങ്ങളാക്കി മാറ്റിയെന്നൊക്കെ പറയുമ്പോൾ അവനാകെ ഞെട്ടിപ്പോവുകയും നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ അവളാണ് ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ലീല പറയുമ്പോൾ എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ അവളെ ഉമ്മ വയ്ക്കുകയും പെട്ടെന്ന് വില്ലന്മാരുടെ ടീം അവിടേക്ക് വരികയും ചെയ്യുന്നു. ഇതോടെ അവരൊരു ഫൈറ്റിന് തയ്യാറായിരിക്കുകയാണ്. ഇത് കണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവർ അവിടെ നിന്ന് തിരിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ്. നീ പോയി അച്ഛനെയും അമ്മയെ രക്ഷിക്കാൻ പറയുമ്പോൾ വില്ല് മതിലും പൊളിച്ച് അപ്പുറത്തേക്ക് പോവുകയും അങ്ങനെ അവരെല്ലാം തങ്ങളുടെ കഴിവുകൾ വെച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ഗെയിനും ഷിങ്കിടിയും കൂടി കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അവർ ലിഫ്റ്റ് വഴി കുട്ടികളെല്ലാം ഒരു ബസ്സിലേക്ക് ആക്കുകയും ചെയ്യുന്നു. അവൾ സ്റ്റീവിനെ കയ്യിലെടുത്തിട്ടുണ്ട്. നിന്റെ കൂടെ പഠിച്ച കാണാതെ പോയ അതേ പെൺകുട്ടി തന്നെയാണ് ഞാൻ. പക്ഷേ അന്ന് നീ എന്നെ ആക്രമിച്ചപ്പോ ആ ആയുധം വെച്ച് ഞാൻ കുഞ്ഞായിപ്പോയി. അതുകൊണ്ടാണ് വളർന്നു വരാൻ ഇത്രയും നാളെടുത്തത്. ഈ കൊണ്ടുപോകുന്ന ഹീറോ കുഞ്ഞുങ്ങളെ എല്ലാം വെച്ച് ഞാനൊരു വില്ലന്മാരുടെ സ്കൂള് തുടങ്ങും. അങ്ങനെ ഈ ലോകം നശിപ്പിക്കുമെന്നൊക്കെ അവൾ പറയുകയാണ്. ഈ സമയം വില്ലൻ സൈഡ് കിക്കിനെ പിടിച്ച് അടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ നേരെ വെള്ളമായിട്ട് താഴെ വീഴുകയും അവിടെ നിന്ന് നിരങ്ങി ടോയ്ലറ്റിലേക്ക് കയറുന്നത് കണ്ട് അവൻ പിറകെ ചെന്ന് ഉള്ളിലേക്കൊക്കെ കയറി നോക്കുമെങ്കിലും അവിടെ എങ്ങും കാണുന്നില്ല. ഇതിടെ എന്തോ ശബ്ദം കേട്ട് അവൻ അവിടുത്തെ ഒരു ടോയ്ലറ്റിലേക്ക് നോക്കുമ്പോൾ മറ്റവൻ പുറകിൽ നിന്ന് വന്ന് അവനെ അടിച്ച് ടോയ്ലറ്റിലേക്ക് മുക്കിയിരിക്കുകയാണ്. ലൈല ഓടിപ്പോകുമ്പോൾ മൾട്ടിപ്പിൾ ആവാൻ കഴിവുള്ളവൾ എല്ലാവരും കൂടി ലൈലയുടെ അടുത്തേക്ക് വരികയും ഒടുവിൽ അവൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാവുന്നതോടെ അവൾ തന്റെ കഴിവെല്ലാം കൂടി എടുക്കുകയും പുറത്തുള്ള മരങ്ങളുടെ വള്ളിയെല്ലാം കൂടി പടർന്നു വന്ന് അവിടെ നിൽക്കുന്ന എല്ലാവളുമാരെയും കൂടെ പിടിച്ച് കെട്ടിത്തൂക്കി അവിടെ ഇടുന്നു. ശേഷം ലൈല പോകാൻ ശ്രമിക്കുമ്പോൾ അയ്യോ നമ്മളിവിടെ ഇട്ടിട്ട് പോവല്ലേ, ഗെയിൻ ഈ സ്കൂളിന്റെ ആന്റി ഗ്രാവിറ്റി ഡിവൈസ് ഇപ്പൊ തകർക്കും, ഈ സ്കൂള് ഭൂമിയിലേക്ക് വീണ് തകർന്ന് തരിപ്പണമാവും, നമ്മളെ ഇട്ടിട്ട് പോയാൽ നമ്മൾ ഇവിടെ കിടന്ന് ചാവുമെന്നൊക്കെ അവർ പറയുകയും ഇതോടെ അവൾ ആ സത്യം മനസ്സിലാക്കുകയും ചെയ്യണം. ഈ സമയം കുട്ടികളെല്ലാം കയറ്റിക്കൊണ്ടിരുന്ന ഗന്നിന്റെ അടുത്തേക്ക് വില്ലെത്തുകയും നിനക്കെന്റെ പേരൻസിനെ എല്ലാം അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്നോടൊന്ന് യുദ്ധം ചെയ്ത് ജയിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ ചാടി അവനെ അടിക്കാൻ ചെല്ലുകയും അവർ രണ്ടുപേരും കൂടി എല്ലാം കൂടെ പൊളിച്ച് നേരെ ഉള്ളിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നു. ശേഷം അവർ രണ്ടുപേരും കൂടി അവിടെ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. വില്ല് അവളെ പിടിച്ച് കാല് തൂക്കി പറത്തി അടിക്കുകയും അങ്ങനെ കൊണ്ടും കൊടുത്തും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ സമയം സ്പീഡുള്ളവനെ അടിക്കാൻ പറ്റാതെ വാറൻ നിൽക്കുകയാണ്. പെട്ടെന്ന് അതുവഴി വരുന്ന മറ്റവൻ വെള്ളമായി അവിടെ കിടക്കുകയും അതിൽ ചവിട്ടി തെന്നി പോകുമ്പോൾ അവന്റെ മൂട്ടിൽ തീ വെച്ച് അവർ പറത്തി കളയുകയും ചെയ്യും. അവിടെയാണെങ്കിൽ അപ്പോഴും ഗെയിനും വില്ലും കൂടി പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും ലൈലയും കൂട്ടരും സ്കൂളിന്റെ ബ്ലൂ പ്രിന്റ് നോക്കി ഈ ഭാഗത്താണ് ആന്റി ഗ്രാവിറ്റി റൂം വരുന്നത്, അവിടേക്ക് ചെന്ന് ആ ഡിവൈസ് ഓഫ് ആക്കണം, ഇല്ലെങ്കിൽ ഈ സ്കൂൾ താഴെ വീഴും. പക്ഷെ അവിടേക്ക് ഒരു ചെറിയ പൈപ്പ് മാത്രമേ ഉള്ളൂ, അതുവഴി മനുഷ്യന്മാർക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവരെല്ലാവരും എലിയാവാൻ പറ്റുന്നവളെ നോക്കുന്നു. അങ്ങനെ അവൾ ആ പൈപ്പിന്റെ ഉള്ളിലൂടെ ആന്റി ഗ്രാവിറ്റി റൂമിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വില്ല് ഫൈറ്റ് ചെയ്ത് ഗെയിനെ തള്ളി താഴെ ഇടുകയും ഇടിക്കാൻ പോകുമ്പോൾ അവളൊരു സ്വിച്ചിൽ ഞെക്കുന്നതോടെ അവൻ അവിടെ നിന്ന് തെറിച്ച് സ്കൂളിൽ നിന്ന് നേരെ താഴെ ഭൂമിയിലേക്ക് പോവുകയും അവൻ താഴേക്ക് പോകുന്നതോടെ അവന്റെ കഥ തീർന്നുവെന്ന് ലൈല കരുതുകയും അപ്പോഴേക്കും ഗെയിൻ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. എന്നാൽ വില്ല് പുറകിൽ നിന്ന് പൊങ്ങി വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അവന് പറക്കാനുമുള്ള കഴിവുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഇതോടെ അവൻ ചാടി വന്ന് ഗെയിനെ തൂക്കിയെടുത്ത് താഴെ ഇടുകയും ഹെൽമറ്റ് ഇടിച്ച് തകർക്കുകയും ചെയ്യുന്നു. ഇതോടെ അവളുടെ ശക്തി മുഴുവൻ പോയിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൾ ആന്റി ഗ്രാവിറ്റി സ്വിച്ചിലേക്ക് ഞെക്കുകയും ഇതോടെ ഗ്രാവിറ്റി വന്ന് ആ സ്കൂൾ ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിൽ താഴേക്ക് പറന്നിറങ്ങി എങ്ങനെയെങ്കിലും ആ സ്കൂള് പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്രയൊക്കെ നോക്കിയിട്ടും അവനത് പറ്റുന്നില്ല. എലിയായിട്ട് പോയവളാണെങ്കിൽ അവിടെ എത്തി എങ്ങനെയെങ്കിലും വയറ് കടിച്ചു മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം ഒരിടത്ത് വീട് മേടിച്ച രണ്ടുപേർ നമ്മുടെ പുതിയ വീട് സൂപ്പർ ആയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിനിടെ വീടിന്റെ മുകളിലേക്ക് എന്തോ സാധനം വന്ന് വീഴാൻ പോകുന്നതായി കാണുകയും ആകെ പേടിച്ച് നിലവിളിക്കുമ്പോഴേക്കും മറ്റവൾ ആ വയറങ്ങ് കടിച്ചു മുറിക്കുകയും ഇതോടെ വീണ്ടും അതിന് ആന്റി ഗ്രാവിറ്റി വന്ന് വീടിന്റെ തൊട്ടു മുകളിൽ വന്ന് നിന്ന ശേഷം വില്ല് തന്റെ സർവ്വശക്തിയും എടുത്ത് അത് തടഞ്ഞു നിർത്തിയ ശേഷം പേടിക്കേണ്ട വീടിനൊന്നും സംഭവിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ ശേഷം
അവൻ അതിനെ പൊക്കി വീണ്ടും പഴയതുപോലെ ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ മറ്റേ കുഞ്ഞുങ്ങളെല്ലാം സുരക്ഷിതമായി ബസ്സിൽ നിന്നൊക്കെ ഇറക്കുകയും ഇനി ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വലുതാക്കാനുള്ള ഒരു വിദ്യ ആ ലാബിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് എല്ലാവർക്കും പ്രയോഗിച്ചാൽ മതിയെന്ന് ശാസ്ത്രജ്ഞന്റെ കുഞ്ഞു പറയും. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെയായി ലാബിലേക്ക് കൊണ്ടുപോയി അവർ വീണ്ടും പഴയതുപോലെ ആക്കുകയും ഇതെല്ലാം സംഭവിക്കാൻ കാരണം ഞാനാണച്ചാ, ഞാൻ ആ റൂമിലേക്ക് ആരെയും കയറ്റാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കുഴപ്പമില്ല മോനെ, അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്, ഇനി ശ്രദ്ധിച്ചോണ്ടാ മതി എന്നൊക്കെ അച്ഛൻ പറയുന്നു. ഇതിന്റെ സാർ അവിടേക്ക് വന്ന് ഹീറോ ഓഫ് ദ ഇയറിന്റെ അവാർഡ് നിങ്ങൾ വാങ്ങിയില്ലല്ലോ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അവാർഡിന് അർഹരായത് നമ്മളല്ല, ഇത് ഈ സൈഡ് കിക്കുകൾക്കുള്ളതാണ്, അവരാണ് എല്ലാവരെയും രക്ഷിച്ചതെന്ന് പറഞ്ഞ് സൈഡ് കിക്കുകൾ ആ അവാർഡ് വാങ്ങും. അങ്ങനെ അന്ന് തന്നെ വില്ലന്മാരെ എല്ലാം പണിഷ്മെന്റിനായി മറ്റേ വൈറ്റ് റൂമിൽ കൊണ്ട് പ്രിൻസിപ്പൽ ഇരുത്തിയിരിക്കുകയാണ്. ശേഷം അവിടെയുള്ള മറ്റെല്ലാവരും കൂടി ഒരുമിച്ച് ഹോം കമ്മിങ്ങിന്റെ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് വില്ലും ലൈലയും ഒന്നിച്ചിരിക്കുകയാണ്. ഇതോടെ സിനിമ അവസാനിക്കുന്നു. 2005 $35 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $86 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി.